മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അനശ്വര രാജൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്നിലെ പ്രതിഭയെ അടയാളപ്പെടുത്താനും മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറാനും അനശ്വരയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ബാലതാരമായി സിനിമയിലെത്തിയ അനശ്വര ഇന്ന് മലയാളത്തിലെ മിന്നും താരമാണ്. തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച് നിറഞ്ഞു നിൽക്കുകയാണ് അനശ്വര. ഇതിനിടെ ഇപ്പോഴിതാ തൻ്റെ അച്ഛനെയും ചേച്ചിയെയും കുറിച്ച് അനശ്വര പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയം നേടുന്നത്. പെൺകുട്ടികളാണെന്ന് കരുതി മറ്റൊരു വീട്ടിൽ പോകാനുള്ളതാണെന്ന് പറഞ്ഞല്ല തങ്ങളെ വളർത്തിയതെന്നാണ് അനശ്വര പറയുന്നത്. സ്വന്തം കാലിൽ നിൽക്കണം, മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരരുതെന്നാണ് അച്ഛനും അമ്മയും തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ് അനശ്വര പറഞ്ഞത്. സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് അനശ്വര മനസ്സ് തുറന്നത്. തൻ്റെ അച്ഛനുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും അനശ്വര സംസാരിക്കുന്നുണ്ട്. 3 പെൺകുട്ടികളുടെ ഇടയിൽ അച്ഛൻ ട്രാപ്ഡായി. ശരിക്കും അതാണ് അവസ്ഥ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അച്ഛനറിയാം. എൻ്റെ പീരിയഡ്സിൻ്റെ ഡേറ്റ് വരെ അച്ഛനറിയാം. ഞാൻ പോലും മറക്കും, അച്ഛൻ ഓർമ്മിപ്പിക്കും. എനിക്ക് ഭയങ്കരമായി ക്രാംസ് വരുന്നതാണ്. അതിനാൽ അച്ഛൻ വന്ന് ഓർമ്മപ്പെടുത്തും. ക്രാംസ് വരുമ്പോൾ അച്ഛൻ ഓടിപ്പോയി ഫ്രൂട്ട്സും സാധനങ്ങളുമൊക്കെ വാങ്ങി വന്ന് എന്നെ നോക്കും. അച്ഛനെല്ലാം അറിയാം. പുള്ളി അങ്ങനെയാണെന്നും അനശ്വര പറയുന്നു. തൻ്റെ ചേച്ചിയെക്കുറിച്ച് പലപ്പോഴായി അനശ്വര വാചാലയായിട്ടുണ്ട്. ചേച്ചി തനിക്ക് അമ്മയെപ്പോലെ തന്നെയാണെന്നാണ് അനശ്വര പറയുന്നത്. താൻ ആദ്യമായി സിനിമയുടെ ഓഡീഷന് പോകുന്നത് പോലും ചേച്ചി കാരണമെന്നാണ് താരം പറയുന്നത്. ചേച്ചിയില്ലാത്തൊരു ദിവസം പോലും തനിക്ക് ചിന്തിക്കാനാകുന്നില്ലെന്നും താരം പറയുന്നുണ്ട്. ചേച്ചിയില്ലാത്ത ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. ഒരു ഡ്രസ്സ് ഇടുമ്പോൾ പോലും ഞാൻ ആദ്യം വിളിച്ച് ചോദിക്കുന്നത് അവളോടാണ്. എല്ലാ കാര്യത്തിലും ഞാൻ അവളിൽ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട്. പണ്ട് അവൾ ബാങ്ക് കോച്ചിങ്ങിന് പോയ സമയത്ത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എനിക്ക് ആ സമയത്ത് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അലമാരയിലൊക്കെ എനിക്ക് കത്തെഴുതി വെച്ചിട്ടാണ് പോയത്. ഞാൻ തിരികെ വന്ന ശേഷം ഇരുന്ന് കരയുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണെന്നും അനശ്വര പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കില്ല. ഞാൻ ഷൂട്ടിലും അവൾ ജോലിയിലുമായിരിക്കും. ഒരുമിച്ച് നിൽക്കുന്നത് വളരെ കുറച്ച് സമയമാണ്. പക്ഷേ എന്ത് സാഹചര്യം വന്നാലും ആദ്യം വിളിക്കുക അവളെയാകും. അതിപ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ, ആഭരണം ഇടുമ്പോഴും വരെ. ഇത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അവൾ മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മവിശ്വാസം പോകും. അവളില്ലാത്ത ഒരു ദിവസമോ ജീവിതമോ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലെന്നും അനശ്വര പറയുന്നു. രേഖാചിത്രമാണ് അനശ്വരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ആസിഫ് അലിയായിരുന്നു ചിത്രത്തിലെ നായകൻ. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരിക്കുകയാണ്. പോയ വർഷം ഓസ്ലറിലൂടെ വിജയക്കുതിപ്പ് ആരംഭിച്ച അനശ്വര ഈ വർഷം രേഖാചിത്രത്തിലൂടെയും ആ വിജയം ആവർത്തിച്ചിരിക്കുകയാണ്.